സ്തോത്രം. 126 സങ്കീർത്തനം. സ്തോത്രം. ഏറ്റവും അനുഗ്രഹീതമായ ഒരു സങ്കീർത്തനമാണ്. ദൈവത്തിന് സ്തോത്രം. ആരോഹണ ഗീതമെന്ന് അതിൻ്റെ ശീർഷകത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈ സങ്കീർത്തനത്തിൻ്റെ പ്രമേയമെന്ന് പറയുന്നത് ഒരു മടങ്ങിവരവിൻ്റെ സങ്കീർത്തനമാണ്. എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു എന്ന് കരുതിയതിലേക്ക് മടങ്ങി വരുന്ന സ്തോത്രം ഇസ്രായേൽ ജനം പാടുന്ന ഒരു സങ്കീർത്തനമാണ് ഈ 126 സങ്കീർത്തനം എന്ന് പറയുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലേക്ക് കടക്കുമ്പോൾ സ്തോത്രം, നെബൂഖദ്നേസർ വന്ന് ഇസ്രായേൽ രാജ്യം ആക്രമിച്ച് പിടിച്ചുകൊണ്ട് ഇവരെല്ലാം പിടിച്ചുകൊണ്ട് പോവുകയാണ്. നീണ്ട 70 വർഷക്കാലം സ്തോത്രം ഇവര് ബാബിലോണിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവാചകനായിരിക്കുന്ന യിരെമ്യാവിൽ കൂടെ പ്രവചനം ഉണ്ടായി, നിങ്ങൾ ഉടനെ മടങ്ങി വരാൻ പോകുന്നില്ല, നിങ്ങൾ 70 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ മടങ്ങി വരും. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥാനത്ത് ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. മാത്രമല്ല അവിടെ വീടുകളും കുടിലുകളും വെച്ച് നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം? താമസിക്കണം. നിങ്ങൾ വർദ്ധിച്ച് പെരുകണം എന്നെല്ലാം അവർക്ക് കൽപ്പന കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഉള്ളപ്പോഴും ദൈവത്തിന് സ്തോത്രം, എവിടൊക്കെ ഒരു നിരാശ, ഇനി ഒരു മടങ്ങി വരവ് സാധ്യമാകുമോ, ഇനി ഞങ്ങൾക്ക് യെരുശലേമിൽ വന്ന് ആ ദേവാലയത്തിൽ വന്ന് ആരാധിക്കാൻ കഴിയുമോ, ആ പണ്ടത്തെ പോലെയുള്ള സന്തോഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമോ എന്നൊക്കെ അവർ ചിന്തിച്ച് നിൽക്കുമ്പോൾ അവർ സ്വപ്നം കാണുന്നത് പോലെ ഒരു വിടുതൽ നടന്ന് ദൈവത്തിന് സ്തോത്രം അവർ യെരുശലേമിലേക്ക് മടങ്ങി വരുമ്പോൾ അവർ പാടുന്ന അനുഗ്രഹീതമായ ഒരു സങ്കീർത്തനമാണ് 126 സങ്കീർത്തനം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അതിന്റെ പ്രാരംഭ വാക്കുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം, ആ വാക്യങ്ങളിലേക്ക് പ്രവേശിക്കാം. 126 സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ എന്താണ്? സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ചില വിടുതലുകൾ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമുക്ക് തോന്നി ഇതൊരു സ്വപ്നമാണോ എന്ന്. ദൈവത്തിന് സ്തോത്രം. ഒന്നുകൂടെ കടത്തി പറഞ്ഞാൽ സ്വപ്നം കാണുന്നത് പോലെ തമ്പുരാൻ ചിലത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലവാരത്തിൽ നമ്മളെ മാനിച്ച് അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലിലും എൻ്റെ മുമ്പിലിരുന്ന് സന്ദേശം കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയുന്നു, ദൈവത്തിന് സ്തോത്രം, സ്വപ്നം കാണുന്നത് പോലെയുള്ള ചില വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുക. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, ഇവരുടെ ആശകളെല്ലാം നഷ്ടപ്പെട്ടു. ഇനി ഒരു മടങ്ങി വരവ് സാധ്യമാകുമോ? ഒരു ജാതീയ മണ്ഡലത്തിനകത്ത് ഇവർ നിൽക്കുക. സ്തോത്രം. ഈ വിടുവിക്കപ്പെടാൻ ഒരു കാരണങ്ങളുണ്ട്. അന്നത്തെ രാജാവായിരിക്കുന്ന വ്യക്തി സ്തോത്രം ഒരു ദിവസം ഒരു വിരുന്ന് കഴിച്ചു. വിരുന്ന് കഴിക്കുമ്പോൾ സ്തോത്രം പൊൻപാത്രങ്ങളെ, അതായത് യെരുശലേം ദേവാലയത്തിനകത്തിരിക്കുന്ന പൊൻപാത്രങ്ങളെ എടുത്തുകൊണ്ടുവന്ന് അതിനകത്തും വീഞ്ഞ് നിറച്ച് കഴിക്കുമ്പോൾ സ്തോത്രം ആ അരമനയ്ക്കകത്തും അതിലിന്മേൽ ഇതാ ഒരു കൈ വന്ന് എഴുതുകയാ, മെനെ മെനെ തെക്കേൽ ഊപസീൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം, ഞാൻ നിന്നെ തൂക്കി നോക്കി, നിന്നെ കുറവുള്ളവനായി എന്ത് ചെയ്തിരിക്കുക? കണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നിന്റെ രാജ്യത്വം എടുത്ത് ഞാൻ മേദ്യർക്കും പാർസികൾക്കും കൊടുക്കുമെന്ന് പറഞ്ഞു. അന്ന് രാത്രി തന്നെ ആ രാജ്യം ആക്രമിക്കപ്പെട്ടു. ആ രാജ്യം ആക്രമിക്കപ്പെട്ട് മേദ്യനായ കോരശ് എന്ത് ചെയ്യാണ്? അവിടെ രാജഭരണം ഏറ്റെടുക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, കോരേശിനെ പറ്റിയുള്ള, കോരേശ് ജനിക്കുന്നതിനും 100 വർഷം മുമ്പേ അവനെ പറ്റിയുള്ള പ്രവചനമാണ്. കോരേശന്റെ ഇടയൻ, അവൻ എന്റെ ഹിതമെല്ലാം എന്ത് ചെയ്യും? നിവർത്തിക്കും. ദൈവത്തിന് സ്തോത്രം. കോരേശ് രാജഭരണത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, യഹൂദന്റെ വിടുതലിന്റെ സമയമായപ്പോൾ കോരേശിന്റെ മനസ്സിനെ സ്വർഗത്തിലെ ദൈവം ഉണർത്തിയിട്ട് അവനൊരു വിളംബരം നടത്തുകയാ. യഹൂദന്മാരെ, നിങ്ങൾ ഇവിടെ അടിമകളായി നിന്നത് മതി, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോകാം. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, ഒരു വിടുതലിന്റെ സമയമായപ്പോൾ കോരേശിന്റെ ഹൃദയത്തെ തമ്പുരാൻ ഉണർത്തിയെങ്കിൽ നിന്റെ വിടുതലിന്റെ സമയമാകുമ്പോൾ ദൈവത്തിന് സ്തോത്രം ഉണർത്തേണ്ടുന്ന മേഖലകളെ, അത് വ്യക്തികളായിക്കോട്ടെ, രാജ്യത്തിന്റെ നിയമങ്ങളായിക്കോട്ടെ, എന്ന് തന്നെയായാലും ദൈവത്തിന് സ്തോത്രം അതിന്റെ തക്ക സമയത്ത് ദൈവം ഉണർത്തിച്ചുകൊണ്ട് ആ ഒരു വിടുതൽ നമ്മുടെ ജീവിതത്തിൽ നൽകി തരും. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, കോരേശ് ആ വിളംബരം നടത്തി. സ്തോത്രം. ഇവര് മടങ്ങി വരികയാ.
മടങ്ങി വരുമ്പോൾ സ്തോത്രം ഇവര് വളരെ ആഹ്ലാദത്തോടെ മടങ്ങി വരിക. കുഞ്ഞുകുട്ടി ആബാലവൃദ്ധം സകലരുമായി മടങ്ങി വന്ന് യെരൂശലേമിന്റെ അകത്തേക്ക് ഇവരുടെ വലത് കാലെടുത്ത് വെച്ച് ഇവര് മുന്നോട്ട് പോകുമ്പോൾ ഇവര് പാടുകയാ, ഇതൊരു സ്വപ്നമാണോ? ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ സ്വപ്നം കാണുന്നതാണോ? ഞങ്ങൾ മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഇനി ഞങ്ങളുടെ നാട്ടിലേക്ക്, ഞങ്ങളുടെ പഴയ അവസ്ഥകളിലേക്ക് മടങ്ങി വരുവാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഞങ്ങളൊരു സ്വപ്നം കാണുകയാണോ എന്നാണ് അവർ പാടിയത്. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരേ, ഇതൊരു സ്വപ്നമല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ പത്രോസ് കാരാഗ്രഹത്തിനകത്ത് കിടക്കുക. സ്തോത്രം. അടുത്ത ദിവസം തലവിട്ടു. കാരാഗ്രഹത്തിനകത്ത് കിടന്ന് പത്രോസ് ഉറങ്ങി. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. സ്തോത്രം. അന്ന് രാത്രിയിൽ കാരാഗ്രഹത്തിനകത്ത് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് പത്രോസിനെ തട്ടി എഴുന്നേൽപ്പിക്കുകയാണ്. ഒന്നാം കാവലും കടന്നു, രണ്ടാം കാവലും കടന്നു. പട്ടണത്തിലേക്കുള്ള ഇരുമ്പുവാതിൽ, ദൈവത്തിന് സ്തോത്രം, മറ്റുള്ളവരുടെ സഹായം കൂടാതെ തുറക്കാൻ കഴിയാത്ത ഇരുമ്പുവാതിൽ പത്രോസിന്റെ മുൻപിൽ സ്വതവേ എന്ത് ചെയ്തു? തുറന്നു വന്ന തിരുവചനം പറയുന്നത്. വെളിയിലെത്തി കഴിഞ്ഞപ്പോൾ പത്രോസിന് തോന്നുകയാ താനൊരു ദർശനം കാണുകയാണെന്നാ പത്രോസ് വിചാരിച്ചു കൊണ്ടിരുന്നത്. പക്ഷെ വെളിയിലെത്തി കഴിഞ്ഞപ്പോൾ പത്രോസിന് മനസ്സിലായി ഇതൊരു ദർശനമല്ല, സാക്ഷാൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് എന്നെ ഈ കാരാഗ്രഹത്തിനകത്ത് നിന്ന് യഹൂദന്മാരുടെ സകല ചിന്താഗതികൾക്കും അവരുടെ ആശകൾക്കും അപ്പുറമായി ദൈവം എന്റെ ജീവിതത്തിൽ വിടുതൽ നൽകി തന്നുവെന്ന് പത്രോസിന് മനസ്സിലായെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകലും ശ്രദ്ധിച്ചേ പ്രിയപ്പെട്ടവരെ, സ്വപ്നം കാണുന്നത് പോലെ നീ കാരാഗ്രഹത്തിനകത്താണെങ്കിലും കാരാഗ്രഹ സമാനമായ വിഷയങ്ങൾ നിന്റെ മുമ്പിലുണ്ടെങ്കിലും ഇറങ്ങേണ്ടുന്ന മേഖലകൾക്ക് ഇന്ന് പകലിൽ ദൈവദൂതൻ ഇറങ്ങി നിന്നെ പുറത്തു കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളെ വലത് കരങ്ങളെ ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ചേ, സ്വപ്നം കാണുന്നത് പോലെയുള്ള ചില മടങ്ങി വരവുകൾ തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. സ്തോത്രം. വചനം പോഷ്കു പറയത്തില്ല, വചനം തെറ്റു പറയത്തില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വിടുതലിന്റെ സമയം അടുത്തിരിക്കുന്നുവെന്ന് നമ്മൾ വിശ്വസിക്കണം. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എങ്ങനെയാണ് കാണുന്നത്? അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. യഹോവ അവരിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളുടെ ഇടയിൽ അന്ന് പറഞ്ഞു. സ്തോത്രം. ശ്രദ്ധിക്കുന്നുണ്ടോ? ആ വിടുതൽ നടന്ന ദിവസം അന്ന് ഞങ്ങളുടെ വായിൽ ചിരി വന്നു, ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പു വന്നു എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടം മുഴുവൻ കരഞ്ഞുകൊണ്ടിരിക്കുക, നിരാശപ്പെട്ടുകൊണ്ടിരിക്കുക, വേദനപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയരേ, കരയാൻ ഒരു കാലം ദൈവം നിന്റെ ജീവിതത്തിൽ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം, ചിരിക്കാനും സന്തോഷത്തോടെ നീ ഇരിക്കാനും ആർപ്പോടുകൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഒരു കാലഘട്ടം തമ്പുരാൻ നിന്റെ ജീവിതത്തിൽ വേർതിരിക്കും. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, നീണ്ട 70 വർഷം മറ്റൊരു മണ്ണിൽ ബാബിലോണിൽ ഇവർ അടിമകളായിട്ട് നിൽക്കേണ്ടി വന്നു. സ്തോത്രം. ഒരുപാട് വേദനകളുണ്ടായി, ഒരുപാട് ഭാരങ്ങളുണ്ടായി. തുടർന്ന് ഈ സങ്കീർത്തനങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ 136-ാമത്തെ സങ്കീർത്തനമാണെന്ന് തോന്നുന്നു. അവിടെ ഇവർ ബാബിലോണിൽ ഇരിക്കുമ്പോഴുള്ള അവസ്ഥയെ പറ്റി പറയുന്നുണ്ട്. മറ്റു ആൾക്കാർ വന്ന് പറഞ്ഞു, നിങ്ങളൊരു സിയോൻ ഗീതം ഇവിടെ നിന്ന് ആലപിക്കാൻ. അപ്പൊ അവര് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് അതിന് കഴിയില്ലെന്ന്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഒന്ന് പാടാൻ പോലും, മനസ്സൊന്നൊന്ന് ആരാധിക്കാൻ പോലും കഴിയാത്ത സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു. എന്നാൽ നോക്കിക്കേ, ഇപ്പോഴവര് പറയാണ്, ഇന്ന് ഞങ്ങളുടെ നാവിന്മേൽ എന്ത് വന്നിരിക്കുന്നു? ചിരി വന്നിരിക്കുന്നു. ഞങ്ങളുടെ നാവിന്മേൽ എന്ത് വന്നിരിക്കുന്നു? ആർപ്പ് വന്നിരിക്കുന്നു. യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നുവെന്ന് ഞങ്ങളല്ല സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്, ജാതികൾ എന്ത് ചെയ്തിരിക്കുന്നു? സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ദൈവപ്രവൃത്തിയുടെ ഒരടയാളമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായി, നിങ്ങളുടെ കുടുംബങ്ങളായി നിങ്ങൾ ദൈവപ്രവൃത്തിയുടെ ഒരടയാളമാണ്. ദൈവത്തിന് സ്തോത്രം. ജാതികൾ നിങ്ങളെ നോക്കിക്കൊണ്ട്, നിങ്ങളിൽ ദൈവം ചെയ്തിരിക്കുന്ന വൻകാര്യങ്ങളെ നോക്കിക്കൊണ്ട് യഹോവ അവരെ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നുവെന്ന് പറയത്തക്കവണ്ണം ദൈവത്തിന് സ്തോത്രം
അവരുടെ കമന്റുകളെ മാറ്റിവിടുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. ദൈവത്തിന് സ്തോത്രം. രഹസ്യമായിട്ടല്ല, പരസ്യമായി മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിന്റെ വിടുതൽ കണ്ടിട്ട് ജാതികൾ പറയാൻ പോകുക, അവൻ ആരാധിക്കുന്ന, അവൾ ആരാധിക്കുന്ന, ആ കുടുംബം സ്തുതിക്കുന്ന ആ കർത്താവാണ് യഥാർത്ഥ ദൈവമെന്ന് ദൈവത്തിന് സ്തോത്രം ജാതികൾ പറയത്തക്കവണ്ണം ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യാൻ വേണ്ടി പോകുകയാണ്. ഇത് പകൽ അത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മുന്നോട്ട് പോകുമ്പോൾ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. 4-ാമത്തെ വാക്യം കൂടെ വേഗത്തിൽ ഒന്ന് വായിച്ചാട്ടെ. തെക്കേ നാട്ടിലെ തോടുകൾ, അതിനൊരുപാട് പ്രത്യേകതയുണ്ട്. നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന യോർദാൻ പോലെ ദൈവത്തിന് സ്തോത്രം. അതുപോലെ ഞങ്ങൾ എന്ത് ചെയ്യണം? മടക്കി വരുത്തണം. ദൈവത്തിന് സ്തോത്രം. ആ ഒഴുക്കിനെ ആർക്കും തടയാൻ കഴിയത്തില്ല. സ്തോത്രം. അതുപോലെ ഞങ്ങൾ എന്ത് ചെയ്യണം? മടക്കി വരുത്തണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകലും തെക്കേ നാട്ടിലെ തോടിനെ പോലെ നിന്നെ മടക്കി വരുത്തുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ വഴികളെ ദൈവത്തിന് സ്തോത്രം ഒരു മനുഷ്യനോ ഒരു ശക്തിക്കോ തടഞ്ഞു നിർത്താൻ കഴിയാത്ത വണ്ണം തെക്കേ നാട്ടിലെ തോട് നിറഞ്ഞ് കവിഞ്ഞ് എങ്ങനെ ഒഴുകുന്നു അതുപോലെ ദൈവത്തിന് സ്തോത്രം നിന്നെ മടക്കി വരുത്തുന്ന ഒരു ദൈവമുണ്ട്. തെക്കേ നാട്ടിലെ തോടിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് അറിയാമോ? അത് നിറഞ്ഞ് കവിഞ്ഞൊഴുകുമ്പോൾ അവിടെയുള്ള കൃഷികൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും ദൈവത്തിന് സ്തോത്രം മറ്റുള്ളവർക്ക് കുടിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഇതിനകത്തു നിന്ന് അവർ കണ്ടെത്താറുണ്ട്. സ്തോത്രം. ആ കണ്ടെത്തുന്ന തെക്കേ നാട്ടിലെ തോട് പോലെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മടങ്ങി വരുമ്പോൾ സമൃദ്ധി ഉണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. ആരും നിരാശപ്പെട്ടു പോകാൻ, ആരും ദാഹിച്ചു വലഞ്ഞു പോകുവാൻ ഇടവരരുത്. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, അതുപോലെ അവരെ മടക്കി വരുത്തി സമൃദ്ധിയിലേക്ക്, ദൈവത്തിന് സ്തോത്രം, നിരാശയിൽ നിന്ന് സന്തോഷത്തിലേക്ക് അവരെ മടക്കി വരുത്തിയെങ്കിൽ ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒരു തെക്കേ നാടിന്റെ അനുഭവം, തെക്കേ നാട്ടിലെ തോട്ടിന്റെ അനുഭവം ദൈവത്തിന് സ്തോത്രം നിന്റെ ജീവിതത്തിൽ തമ്പുരാൻ നൽകി തരാൻ വേണ്ടി പോകുക. ഒരു മടങ്ങി വരവ് നിനക്കൊണ്ടെന്നേ ദൈവത്തിന് സ്തോത്രം. സ്വപ്നം കാണുന്നത് പോലെയുള്ള ചില വിടുതലുകൾ നിന്റെ ജീവിതത്തിൽ തമ്പുരാൻ ചെയ്യാൻ വേണ്ടി പോകുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഇവര് തെക്കേ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ തോടൊക്കെ കടന്ന് ദൈവത്തിന് സ്തോത്രം ഇവർക്ക് വേണ്ടി വാഗ്ദത്തം പറഞ്ഞിരുന്ന ഒരു കാലത്ത് ഇവർ ജീവിച്ചിരുന്ന നാട്ടിലേക്ക് ഇവർ വരുമ്പോൾ സ്തോത്രം ഇപ്പോൾ ഇവരുടെ അവസ്ഥ എന്ന് പറയുന്നത് സ്തോത്രം ഇവർക്ക് ഭക്ഷിക്കാനൊന്നുമില്ല. സ്തോത്രം. കയ്യിലുള്ള വിത്ത് വിതച്ച് അതിൽ നിന്ന് സ്തോത്രം അതിന്റെ വിളവ് ലഭിച്ചിട്ട് വേണം ഇവർക്ക് ഇനി ഭക്ഷിക്കാൻ. സ്തോത്രം. അടുത്ത 2 വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചേ വേഗത്തിൽ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ നോക്കിക്കേ, ഇവര് വിതയ്ക്കുകയാണ്. സ്തോത്രം. വിതയ്ക്കുമ്പോ ഇവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് താഴേക്ക് വരികയാണ്. സ്തോത്രം. വിത്തിന് വളമായി തീരേണ്ടതിന് വെള്ളമാണെങ്കിൽ ഇവരുടെ അനുഭവത്തിൽ ഇവര് വിതച്ച വിത്തിന് വളമായി തീർന്നത് അവരുടെ കണ്ണുനീരാണ്. സ്തോത്രം. എത്ര പേര് അതിന്റെ ആഴം മനസ്സിലാക്കുന്നുണ്ട്? ദൈവത്തിന് സ്തോത്രം. വിതയ്ക്കുകയാ. സ്തോത്രം. കാത്തിരിക്കുകയാ. സ്തോത്രം. ഇതൊന്ന് വളർന്നു വന്നിട്ട് വേണം സ്തോത്രം എനിക്കും എൻ്റെ തലമുറകൾക്കും എന്തെങ്കിലും ഒന്ന് ഭക്ഷിക്കാൻ. സ്തോത്രം. ദീർഘനാളുകൾ അവരങ്ങനെ നിൽക്കുമ്പോൾ അതാ പ്രഭാതത്തിൽ ദൈവത്തിന് സ്തോത്രം ആ മണ്ണിന്റെ അവസ്ഥകളെ മാറ്റിക്കൊണ്ട് ചിലത് പൊട്ടിക്കിളിക്കുവാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതിനകത്ത് പൂവന്നു, കാവന്നു. ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളവർക്ക് ഭക്ഷിക്കത്തക്കവണ്ണം ഒരു വലിയ ദൈവപ്രവൃത്തി അവർ വിതച്ചതിൽ നിന്ന് അവർക്ക് ലഭിച്ചെങ്കിൽ ദൈവത്തിന് സ്തോത്രം. അവർ കരഞ്ഞുകൊണ്ടാണ് വിതച്ചതെങ്കിൽ അടുത്ത വാക്യം പറയുകയാണ്, അവർ വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു. പക്ഷേ തിരിച്ചു വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം ആർത്തുകൊണ്ട് വരിക. എന്താണെന്നറിയാമോ? കറ്റ ചുമന്നുകൊണ്ട് ആർത്തും കൊണ്ട് അവർ തിരിച്ചു മടങ്ങി വരുന്ന ഒരു അനുഭവം ഉണ്ടായി. ദൈവത്തിന് സ്തോത്രം. അർത്ഥം ഇത്രയേ ഉള്ളൂ. നീ കണ്ണുനീരൊഴുക്കിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം നീ കണ്ണുനീരൊഴുക്കിയ വിഷയത്തിനകത്ത് ആർപ്പോടുകൂടെ കൊയ്യാൻ പറ്റുന്ന ചിലതുമായി നീ മടങ്ങി വരുമെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുക. സുവിശേഷ വേലയ്ക്കകത്ത് നീ വിത്ത് വിതച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ നീ കരഞ്ഞ വിഷയങ്ങളുണ്ടെങ്കിൽ ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആർപ്പോടുകൂടെ കൊയ്യാൻ പറ്റുന്നൊരു ദിനം, ഒരു സന്തോഷത്തിന്റെ ദിനം,
ദൈവത്തിന് സ്തോത്രം. നിന്റെ ജീവിതത്തിൽ തമ്പുരാൻ അനുവദിക്കാൻ വേണ്ടി പോകുക. കരഞ്ഞ ആരെയും തമ്പുരാൻ ദൈവത്തിന് സ്തോത്രം മാനിക്കാതെ ഇരുന്നിട്ടില്ല. കരഞ്ഞ ആരെയും ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കിയ ഒരു വിഷയത്തിനും മറുപടി ഇല്ലാതെ പോയിട്ടില്ലെങ്കിൽ ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് നിന്റെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെച്ച് അതിന്റെ അളവിന് തക്കവണ്ണം മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടുകൂടെ കൊയ്യും. ദൈവത്തിന് സ്തോത്രം. ആർപ്പോടുകൂടെ കൊയ്യും. ഇന്ന് പകൽ എത്ര പേര് അതിന് ആമയും പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. എല്ലാ കണ്ണുകളും ദൈവത്തിന് അടഞ്ഞിരിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും തിരിച്ചു വരത്തില്ല. പ്രതീക്ഷകളച്ച് നിൽക്കുന്നൊരു ജനത അവരുടെ മടങ്ങി വരവിനെ ദൈവം സാധ്യമാക്കിയെങ്കിൽ സ്തോത്രം, അവർക്കത് കണ്ടിട്ട് ഞങ്ങളൊരു സ്വപ്നം കാണുകയാണോ എന്ന് തോന്നി. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരെ, സ്വപ്നം കാണുന്നത് പോലെ നിനക്ക് നിന്റെ തലമുറയ്ക്കകത്തും തമ്പുരാൻ ചെയ്യാൻ വേണ്ടി പോകുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ചില മേഖലകൾക്കകത്ത് നിന്ന് നിനക്ക് ഒറ്റയ്ക്ക് വിടുതൽ പ്രാപിക്കാൻ കഴിയത്തില്ല. ഇവർക്ക് അവിടുന്ന് ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല. നോക്കിക്കേ, അവരറിയാത്തൊരു പദ്ധതി സ്തോത്രം ഇന്നയോളം അവർ പ്രതീക്ഷിച്ചില്ല. ഈ നെബൂഖദ്നേസറിന്റെ ഈ ബാബിലോൺ സാമ്രാജ്യം ഇത് ഇങ്ങനെ നിൽക്കുകയാ, ഈ ഭരണതലങ്ങൾ ഇത് ഇങ്ങനെ നിൽക്കുകയാ, ഇതൊരിക്കലും മാറത്തില്ലെന്ന് അവർ പ്രതീക്ഷിച്ചത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒറ്റ രാത്രി കൊണ്ട് ഭരണതലത്തിന്റെ അടിസ്ഥാനമിളക്കി പുതിയൊരു സാമ്രാജ്യത്തെ അവിടെ ഒരുക്കി അതിനകത്ത് യഹോവയുടെ ഹിതം പ്രവർത്തിക്കുന്ന ഒരുവൻ രാജാവായി വാണപ്പോൾ തന്റെ ജനത്തിനു വേണ്ടി തമ്പുരാൻ ചിലത് കരുതിയെങ്കിൽ രാജ്യങ്ങളുടെ നിയമങ്ങളെ മാറ്റി ഭരണാധികാരികളെ മാറ്റി നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു ദൈവമുണ്ട്. അന്ന് ഞങ്ങളുടെ വായിൽ ചിരി വന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറഞ്ഞേഹ, നീ കരഞ്ഞത് മതി കുഞ്ഞേ. ദൈവത്തിന് സ്തോത്രം. നിന്റെ കരച്ചിലിനെ ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോകുക. നിന്റെ നാവിന്മേൽ ഞാൻ ചിരി തരാൻ വേണ്ടി പോകുക. ദൈവത്തിന് സ്തോത്രം. നിന്റെ അതരത്തിനകത്ത് നിന്ന് ആർപ്പ് പുറപ്പെടുവാൻ പോകുന്ന സമയങ്ങളായി നിന്റെ മുമ്പിലുള്ളത്. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ നീ കരഞ്ഞില്ലേ, കണ്ണുനീരോടെ വിതച്ചില്ലേ, ആർപ്പോടെ കൂടെ കൊയ്യാൻ തയ്യാറായിക്കോ. ഇന്ന് പകൽ ഈ ദൂതേറ്റെടുക്ക്. ആർപ്പോട് കൂടെ കൊയ്യാൻ തയ്യാറായിക്കോ. ദൈവത്തിന് സ്തോത്രം. കറ്റ ചുമന്നു കൊണ്ടുവരുന്ന നല്ല അനുഭവങ്ങൾ ഇനി നിന്റെ വിഷയത്തിനകത്ത് നീ സാക്ഷ്യം പറയേണ്ടി വരത്തില്ല. ജാതികൾ സാക്ഷ്യം പറയാൻ വേണ്ടി പോകുക. നിനക്ക് ലഭിച്ച വിടുതലിനകത്ത് നിന്ന് ജാതികൾ സാക്ഷ്യം പറയാൻ പോകുന്ന നിലവാരത്തിലേക്ക് തമ്പുരാൻ കാര്യങ്ങളെ മാറ്റിമറിക്കാൻ പോവുക. സ്തോത്രം, 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 സ്തോത്രം. കേൾക്കപ്പെട്ട വചനത്തിന് മുൻപാകെ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുക.